ആലുവ പറവൂർ കവലയ്ക്ക് സമീപം വൃദ്ധനെ കുത്തിക്കൊലപ്പെടുത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രതി ഏഴിക്കര സ്വദേശി ശ്രീകുമാറിനെ പോലീസ് സംഭവ സ്ഥലത്തുനിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. ആലുവ പറവൂർ കവലയ്ക്ക് സമീപമുള്ള ഹോട്ടലിൽ ചായ കുടിക്കാനെത്തിയതായിരുന്നു ഇരുവരും. ഇവിടെ വെച്ച് വാക്കേറ്റമുണ്ടാവുകയും തുടർന്ന് ശ്രീകുമാർ കയ്യിൽ കരുതിയിരുന്ന കത്രിക ഉപയോഗിച്ച് തുടർച്ചയായി കുത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷിയായ ഹോട്ടൽ ജീവനക്കാരൻ പറഞ്ഞു. അപ്പോൾ പോക്കറ്റിലെ ചെറിയ കത്രി അങ്ങനത്തെ ഫുൾ കുത്തിയതിൻ്റെ. അപ്പോൾ വേറെ കസ്റ്റമർ വന്നു, തിരിച്ച് അവിടെ വന്നു. അപ്പോൾ ഉനി കോളാക്കി പോലീസ് ഈ സമയത്ത് വന്നില്ല, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ആംബുലൻസിനെ വന്നത്, ആംബുലൻസ് കൊണ്ടുപോയതിന്. അപ്പോൾ 2 നിലയിലെ ആൾക്കാരെ ഒരുമിച്ച് പോയാൽ. ഗുരുതരമായി പരിക്കേറ്റ വയോധികനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതി ശ്രീകുമാറിനെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. സുഹൃത്തുക്കളായ ഇരുവരും ആക്രി സാധനങ്ങൾ പെറുക്കി വിറ്റ് കഴിഞ്ഞിരുന്നതാണെന്നും കഴിഞ്ഞ ദിവസമുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് കൊലപാതകമെന്നും ഡിവൈഎസ്പി പ്രസാദ്. ഇന്നലെ മദ്യപിച്ച് എന്തോ തർക്കവരുണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിണങ്ങി തമ്മിൽ അടികൂടി കൂടിയിൽ പ്രതിയുടെ കയ്യിലിരുന്ന ഒരു കത്രി പോലെയുള്ള എന്തോ ഒരു മൂർച്ചയുള്ള ഉപകരണമാണെന്നാണ് പറയുന്നത്. കണ്ടിരുന്ന സാക്ഷി പറയുന്നത് അത് വെച്ച് നെഞ്ചു ഭാഗത്തോട്ട് കുത്തിയിട്ടുണ്ട്. കുത്തിയതിന് ശേഷം അയാളെ കുറച്ച് നടന്നങ്ങോട്ട് മാറിയതിനു ശേഷം അവിടെ വീഴുകയാണ് ചെയ്തത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് നാട്ടുകാർ തടഞ്ഞു നിർത്തി. അങ്ങനെ ഇപ്പൊ നമ്മൾ നിലവിൽ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട വയോധികൻ തൃശൂർ അത്താണി സ്വദേശിയാണെന്നാണ് വിവരം. 24 കൊച്ചി.